സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതികൾ അതേപോലെ തുടരുകയാണ്. അപ്പോൾ രോഗബാധിതന് റിബാവറിൻ മരുന്ന് ആദ്യം മുതൽക്ക് തന്നെ നൽകിയിരുന്നു. അദ്ദേഹത്തിന് 10-ാം തീയതി രാത്രി 12 മണിക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ മുതൽ തന്നെ ഈ റിബാവറിൻ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ മോണോക്ലോണൽ ആൻറ്റിബോഡി അതിൻ്റെ ആദ്യ ഡോസ് ജൂൺ 12-ാം തീയതി തന്നെ നൽകിയിരുന്നു. പിന്നെ ഇന്ത്യയിൽ മൊത്തം സ്റ്റോക്ക് ഇല്ലാതിരുന്ന റെംഡിവർ മരുന്ന് അത് ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി രേണു മാഡം തന്നെ മുൻകൈ എടുത്തത്. ആ മരുന്ന് ബഹറിൽ നിന്നും ഇന്നലെ ഡൽഹിയിലെത്തിച്ച് ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ഇന്നലെ കണ്ണൂരിൽ കൊണ്ടുവന്നു. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ തന്നെ അതിൻ്റെ ആദ്യ ഡോസ് നമ്മുടെ രോഗിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 100 പേരാണുള്ളത്. അതിൽ 4 പേരെ ഉയർന്ന, അതായത് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും 14 പേർ ഹൈ റിസ്കിൽപ്പെട്ടവരും 82 പേർ ലോ റിസ്കിൽപ്പെട്ടവരുമാണ്. സമ്പർക്ക പട്ടികയിലുള്ള 44 പേര് ആരോഗ്യ പ്രവർത്തകരാണ്. ഇതുവരെ മൊത്തം 30 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 29 നെഗറ്റീവാണ്. പേഷ്യൻറ്റിൻ്റെ മാത്രമേ പോസിറ്റീവ്. ഞാൻ പറഞ്ഞ ടോട്ടൽ പരിശോധിച്ചാണ്. അതുപോലെ തന്നെ ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഡിവിഷൻ 5 അവിടെ 320 വീടുകളിലെ 1047 പേരെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ സർവേ നടത്തി. ആർക്കും തന്നെ നിലവിൽ നിപ രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആവശ്യ വസ്തുക്കൾ, ഭക്ഷണം ഉൾപ്പെടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഷിഗല്ലയുടെ കേസാണ്. കേരളത്തിൽ ഇതുവരെ 135 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ജനുവരി 1-ാം തീയതി തൊട്ടുള്ള കണക്കാ പറയും. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് മാർച്ചിലാണ് ആദ്യത്തെ, അത് കോഴിക്കോട് ജില്ല. രണ്ടാമത്തതും കോഴിക്കോട് തന്നെ. ആദ്യം മരിച്ചത് 3 വയസ്സുള്ള കുട്ടിയാണ്. രണ്ടാമത് മരിച്ചത് 4 വയസ്സുള്ള കുട്ടിയാണ്. മൂന്നാമത് 59 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്. കോഴിക്കോട് കൊണ്ടുവന്നതിന് ശേഷം, മരിച്ചതിന് ശേഷമാണ് ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ 3 മരണങ്ങളാണ് ഇതുവരെ കഴിഞ്ഞ അതായത് ജനുവരി മുതൽ ജൂൺ വരെ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ആഹാരപാനീയങ്ങൾ, ശുചിത്വം, വ്യക്തിശുചിത്വം, ഇതൊക്കെ പരിസരം ക്ലീനാക്കി സൂക്ഷിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശുചിമുറി ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയന്ത്രണം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ORS, സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട്
ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കടകൾ, ശീതളപാനീയങ്ങൾ നൽകുന്ന ചില കടകളിൽ ശുദ്ധമല്ലാത്ത വെള്ളം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആ ഷോപ്പ് പൂട്ടിയത്. ഇങ്ങനെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA-മാരുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഷിഗല്ലയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 135 സ്ഥിരീകരിച്ച കേസുകളിൽ 68 കോഴിക്കോടാണ്. വയനാട്ടിൽ 16, തിരുവനന്തപുരത്ത് 14, മലപ്പുറം 13, കൊല്ലം 6, ആലപ്പുഴ 6, തൃശൂർ 4, ഇടുക്കി 3, എറണാകുളം 2, കണ്ണൂർ 2, കോട്ടയം 1. ഇതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ. കോഴിക്കോട് 68. മരണം 3 മരണം ഉണ്ടായിട്ടുള്ളത് 2 കോഴിക്കോടാണ്. ഇപ്പോൾ 4 കുട്ടികൾ ഇവിടെ ICUവിലുണ്ട്. 2 കുട്ടികളുടെ സ്ഥിതി കുറച്ച് മോശമാണ്. എന്നാലും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ചാനലിൽ വരും. ഒന്ന്, മരുന്നുകൾ, നിപ രോഗത്തിൻ്റെ മരുന്നുകൾ ലഭ്യമല്ല എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇവിടെ അഡ്മിറ്റായ അന്ന് തന്നെ റിബാവറിൻ മരുന്ന് കൊടുത്തു തുടങ്ങി. അന്ന് തന്നെ 12-ാം തീയതി മുതലാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി ആദ്യത്തെ ഡോസ് കൊടുത്തു. റെംഡെസിവിർ മരുന്ന് ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ആദ്യം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിൽ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ല. അത് മാഡം ഒന്നും കൂടെ അന്വേഷിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2021 ശേഷം ഈ മരുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടിയ പ്രാഥമിക വിവരം. പ്രാഥമിക വിവരമാണ്. മാഡം അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളത് ആരോഗ്യമന്ത്രി സ്ഥലത്ത് നിന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് 2018 അന്ന് ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഷിഗല്ല രോഗമുണ്ട്. ഇവിടെ ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചർച്ച ചെയ്തിട്ടാണ് പോയത്. മാത്രമല്ല, ഒരു സെൻട്രലൈസ്ഡ് പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടെ സൗകര്യം തിരുവനന്തപുരമാണ്. കാരണം കോവിഡും അല്ല, ഇത് മാത്രമല്ല, നിപ മാത്രമല്ല, നിപ വ്യാപിച്ചിട്ടുമില്ല. നിപയുടെ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ അന്ന് തന്നെ മടങ്ങിയെത്തിയാണ്. പക്ഷേ ഈ ഒറ്റ കേസേ ഉണ്ടായിട്ടുള്ളൂ. കൂടുതലെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ കുറെ കൂടെ സൗകര്യം തിരുവനന്തപുരമാണ് എന്നുള്ള ധാരണയിൽ അപ്പോൾ DME, ഹെൽത്ത് അഡീഷണൽ സെക്രട്ടറി, ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി, DHS ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കളക്ടർമാരുമായിട്ട് ഞാൻ 2 കോൺഫറൻസ് നടത്തി തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസ്. അപ്പോൾ എല്ലാം സ്റ്റേബിളാണ് റിപ്പോർട്ട് അനുസരിച്ച്. ആ ഡോക്ടർമാർ കൂട്ടായ്മ, ഞാൻ അതിൻ്റെ ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറേ കണ്ടതാണ്. പണ്ട് പറയുന്ന പോലെ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിച്ചാലൊന്നും നടക്കില്ല. പക്ഷേ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സ്റ്റാഫും. ഇന്നത്തെ യോഗത്തിൽ ചില ഡോക്ടർമാർ സൂചിപ്പിച്ചത്, ഞങ്ങൾ നന്നായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഈ വാർത്തകൾ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ടല്ല, അത് എൻ്റെ അക്കൗണ്ടാണ്, നിങ്ങളുടെ അക്കൗണ്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയേറെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടും മരുന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യമാണ്. ആവശ്യത്തിന് ഇന്നത്തെ കോൺഫറൻസിൽ ഈ എബോളയെ പ്രതിരോധിക്കുന്ന
PPE കിറ്റ് ആവശ്യമുണ്ട് എന്ന് പ്രിൻസിപ്പൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മാഡം തന്നെ അത് പർച്ചേസ് ചെയ്ത് നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ആരോഗ്യവകുപ്പ് 1% പോലും റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം 135 ഷിഗല്ല കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നതല്ലേ കുറെ കൂടി എളുപ്പം. അപ്പോൾ ഇതിനെ 2018 കേസുമായിട്ട് താരതമ്യം ചെയ്യരുത്. അന്ന് ഇവിടെ മുഴുവൻ പേരാമ്പ്ര താലൂക്ക് മുഴുവൻ അന്ന് നിങ്ങൾക്കറിയാം ഇത് വ്യാപിച്ചപ്പോൾ സ്വാഭാവികമാണെന്ന് മറ്റെവിടെ ഇല്ല ഈ രോഗം. അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചു. ഇപ്പം ഇതുവരെ അപകടകാരിയല്ല ഈ നിമിഷം വരെ. പിന്നെ രോഗിക്ക് അദ്ദേഹം വളരെ അവശനായിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആകുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായി നീങ്ങുന്ന സ്ഥിതിക്ക് പിന്നെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ജില്ലാ കളക്ടർ ഞാൻ 5:30 മണിക്കാണ് 11-ാം തീയതി പത്രസമ്മേളനം നടത്തുന്നത്. 5:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ നിപ പോസിറ്റീവായിട്ടുള്ള വിവരം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ നടത്തിയ എല്ലാ ടെസ്റ്റുകളിലും ഇത് പോസിറ്റീവാണ്. പക്ഷേ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഒരു മന്ത്രി എങ്ങനെ റിസൾട്ട് കിട്ടാതെ പറയാം? പക്ഷേ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അറിയാം. ഞാൻ പിന്നീടാണ് അറിഞ്ഞത് 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ചിലർ പറയുന്നുണ്ടല്ലോ ഡയറക്ടർ മാറ്റി ശരിയായില്ല. ഇത് കേട്ടാൽ തോന്നും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് DHSനെ വെച്ചൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ കീഴ്വഴക്കമുണ്ടോ കേട്ടോ? അപ്പോൾ അവധി മാത്രമല്ല, അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കില്ല, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുക. ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു പോസിറ്റീവായി. കലക്ടർ എന്ത് വിചാരിച്ചു? ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കലക്ടർ വിചാരിക്കുക. അല്ലാതെ അവർ മനഃപൂർവ്വം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. പാലക്കാട് ലക്കിടിയിൽ 2 കോളർ റിപ്പോർട്ട് ചെയ്ത വിവരം. ഞാൻ പറഞ്ഞത് ഈ സാധാരണ കോളറ പോസിറ്റീവാണോ എന്നറിയുന്നത് ഹാങ്ങിങ് ഡ്രോപ്പ് വഴിയാണ്. അതാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധന. പിന്നെ കൾച്ചർ ചെയ്യണം, നെഗറ്റീവാണ്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നെഗറ്റീവാണ്. ഞാൻ ചോദിക്കുന്നത് നെഗറ്റീവാണെന്ന് പറഞ്ഞ് കൾച്ചർ ചെയ്യണ്ടേ? കൾച്ചർ ചെയ്യാൻ എത്ര സമയം എടുക്കും? 48 hours എടുക്കും കൾച്ചർ ചെയ്ത് വരാൻ. അതേസമയത്ത് ഈ ഹാങ്ങിങ് ഡ്രോപ്പാണ് സാധാരണ കോളറ സ്ഥിരീകരിക്കാറുള്ളത്. അങ്ങനെ സ്ഥിരീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കൾച്ചർ ചെയ്ത് നെഗറ്റീവാണെന്ന് പറയുമ്പോൾ കൾച്ചർ ചെയ്യേണ്ട 48 മണിക്കൂർ മിനിമം എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് ഉദ്യോഗസ്ഥനെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് യോഗത്തിൽ വെച്ച് തന്നെ ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 or 2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മന്ത്രിയും ഡിപ്പാർട്ട്മെന്റുമായിട്ട് സുഖത്തിലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ രോഗം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കോലി വയ്ക്കുന്നവരെ നടപടിയെടുക്കും. പിന്നെ ഇവിടെ തന്നെ ഞാൻ ക്യാമ്പ് ചെയ്യാനായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതിലാണ് എനിക്ക് അത്ഭുതം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ഇവിടുത്തെ ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചാണ്.
പിന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നൊരു തെറ്റുണ്ടോ? ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് ശരിയല്ല. ഏതായാലും 8% ഭയപ്പെടാനൊന്നുമില്ല. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വകുപ്പിലെ എല്ലാവരെ കുറിച്ചും ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവർ ആത്മാർത്ഥമായി സർക്കാരിനോട് സഹകരിക്കുന്നുണ്ട്. അവരോടൊക്കെ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് സ്നേഹവും ബഹുമാനവും കടപ്പാടുമുണ്ട്. ഇത്രയും. ഞാൻ പറയാം, അതും കാരണം തന്നെ. പിന്നെ DHSനെ മാറ്റണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റും മന്ത്രിയാണ്. അത് അതിന്റെ റൊട്ടീൻ അനുസരിച്ച് നടക്കും. ഇനി എങ്ങനെ? പക്ഷെ ഇന്നാണ് അതിന്റെ യഥാർത്ഥ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ചാർജ് എടുത്ത DHS 4 മാസം ഇവർക്ക് മുമ്പ് DHSന്റെ ചാർജ് വഹിച്ചാൽ അന്ന് ആരായിരുന്നു മന്ത്രി? ഞാനാണോ? അവരെ മാറ്റി പുതിയ DHSനെ വെച്ച് അന്നത്തെ സർക്കാരിന്റെ അധികാരം. അതേ അധികാരം വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ DHSനെ മാറ്റിയത്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോവാം. അങ്ങനെ ഏകോപനം ചിലര് മറ്റ് തരപ്പം പണി കാണിച്ചു, അവരെ പിടിക്കും. അത് അതിന്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട. യെസ്, അപ്പൊ ഇത്ര തന്നെയുള്ളൂ. ഇനി കൂടുതലൊന്നും. എങ്ങനെ ഏതിന്റെ? അതിലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് 15 ദിവസത്തെ പറഞ്ഞു. അത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം അത് ലീവ് എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തള്ളിക്കളയാം. അതിന്റെ പേരിൽ നടപടി എടുക്കില്ല. ലീവ് ചോദിച്ചതിന്റെ പേരിൽ നടപടിയില്ല. അത് വേണ്ട. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇല്ല, ഞാൻ റിയാസിനോട് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും അറിയിക്കണമെന്ന് കലക്ടർ. കാരണം ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള അദ്ദേഹത്തിന്റെ ഇത് റിപ്പോർട്ട് ചെയ്ത രാമനാട്ട് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. പിന്നെ അദ്ദേഹം ഇന്നലെ രോഗികളുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുക, അത് ഞാൻ പറഞ്ഞു, അത് ഡോക്ടർമാരുടെ ഡിസ്ക്രിഷണറി പവറാണ്. ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ ഇന്നലെ റിയാസ് അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ പ്രവർത്തനത്തിൽ എനിക്ക് തൃപ്തി കിട്ടതുകൊണ്ടാണ്. അതല്ലാതെ അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പൊ അതിലൊന്നും തർക്കമില്ല. ഏതാ? എങ്ങനെ? ഞാൻ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഏതായാലും ഇവിടെ തന്നെയുണ്ട്. അത്യാവശ്യം എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇത് ഏതായാലും അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമില്ലല്ലോ. തിരുവനന്തപുരം കോഴിക്കോട് ആയിട്ട് വന്ദേ ഭാരത് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും 8% ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ വന്നാൽ വരും. ഏതാ? നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. DHSനെ ബന്ധപ്പെടാം, DMEനെ ബന്ധപ്പെടാം. എല്ലാ ദിവസവും 5:30 മണിക്ക് ഞാൻ പ്രസ് നോട്ട് ഇറക്കും. എങ്ങനെ? DMO 2-3 ജില്ലകളിൽ ബാക്കിയുണ്ട്. അത് വെക്കും. ഇപ്പോഴത്തെ DMO നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചാർജുള്ള DMO. ഏതാ? ഡോക്ടർമാർക്ക് ഈ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർക്കാണ് പ്രയാസം ഉണ്ടാവുക. ഞങ്ങളൊക്കെ ഇത് കുറെ പരിചയിച്ചതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഇത് ഇപ്പൊ കേൾക്കുന്നത് വെറും ചാറ്റൽ മഴ മാത്രമാണെന്നും ഇടി വെട്ടിയിട്ടുള്ള മഴ പുറകെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പാവം ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ. ഇത്ര മതി. ഇനി നമുക്ക് കാണാം. ഇത്ര മതി. എങ്ങനെ ഓഫീസിന് ഒരു കുഴപ്പമില്ല. DHSന്റെ മാറ്റ